കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലറായി മുസ്ലിം ലീഗ് അധ്യാപക സംഘടനാ നേതാവിനെ നിയമിച്ചത് പുനഃപരിശോധിക്കണമെന്ന് LDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ. UGC ചട്ടവും സ്റ്റാറ്റ്യൂട്ടും അട്ടിമറിച്ചാണ് നിയമനമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. ചട്ടവിരുദ്ധ നിയമനത്തിനെതിരെ ചാൻസലർക്ക് പരാതി നൽകും. UGC റെഗുലേഷൻസ് പ്രകാരം പ്രോ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരിക്കണമെന്ന് നിർബന്ധമാണ്. എന്നാൽ അഫിലിയേറ്റഡ് കോളേജിലെ അധ്യാപകനെയാണ് രാഷ്ട്രീയ താൽപ്പര്യം മുൻനിർത്തി PVC ആക്കിയത്. സർവകലാശാലയിലെ നിരവധി സീനിയർ പ്രൊഫസർമാരുടെ അർഹതയും അവകാശങ്ങളും കവർന്നാണ് ഈ നീക്കമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. 2018 UGC റെഗുലേഷനിൽ PVCയുടെ യോഗ്യതയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് വിചിത്രമായ വാദം. എന്ന് പറഞ്ഞാൽ PVC ആയി നിയമിക്കേണ്ട ആൾക്ക് യോഗ്യത വേണ്ട എന്നാണോ ഇവർ കേരളത്തിലെ പൊതുജനത്തോട് പറയുന്നത്? PVC റെഗുലേഷൻ 2010 കൃത്യമായി PVCയുടെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. 2018 റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേഷനുകൾ തുടർച്ചയാണ്. ആ റെഗുലേഷനിൽ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും അപ്ഡേറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പം നിലവിലുള്ള യോഗ്യതയെക്കുറിച്ച് 10 പറഞ്ഞ യോഗ്യതയെക്കുറിച്ച് കൃത്യമായിട്ട് 18 പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള സ്റ്റാറ്റ്യൂട്ട് യോഗ്യത നിലനിൽക്കുമെന്നാണ്. അപ്പം ഇവിടെ ആ യോഗ്യതയെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരം UGC റെഗുലേഷനെയും സ്റ്റാറ്റ്യൂട്ടിലെ വ്യവസ്ഥകളെയും തനിക്ക് താല്പര്യമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് പ്രതിഷേധിക്കേണ്ടതായിട്ട് വരുന്നത്. അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രം VC ഉപയോഗിക്കേണ്ട പ്രത്യേക അധികാരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ആയുധമാക്കുകയാണ്. സർവകലാശാല അധ്യാപിക ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് അച്ചടക്ക നടപടിക്ക് ശ്രമിച്ചു. ഇത് പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താനും അധ്യാപകരെ ഭയപ്പെടുത്താനുമുള്ള ക്രിമിനൽ അജണ്ടയുടെ ഭാഗമാണ്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് MB ഫൈസൽ, പ്രൊഫസർ ഡോക്ടർ T മുഹമ്മദ് സലീം, ഡോക്ടർ K മുഹമ്മദ് ഹനീഫ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, മലപ്പുറം.